ഒന്നാം വായന സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേറ്റിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചതുപോലെ മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുൾ ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവൻ എന്നോട്, എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, എൻ്റെ സുവിശേഷമനുസരിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെടുത്തിയിരിക്കുകയാണ്. സർവജ്ഞനായ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചന വായനകളിൽ നമ്മൾ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യത്യസ്തരായ വ്യക്തികളോട് ദൈവം അരുളി ചെയ്യുന്ന വാക്കുകൾ എപ്രകാരമാണ് നിറവേറുന്നത് എന്നാണ് കാണുക. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകയുടെ അടുക്കൽ വന്ന് മംഗളവാർത്ത അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം. ആ മംഗളവാർത്ത പ്രധാനമായും 4 കാര്യങ്ങളാണ് ആ മംഗളവാർത്തയിൽ ദൈവദൂതൻ മറിയത്തോട് പറയുക. ഒന്നാമത്തേത്, നിനക്ക് പിറക്കാൻ പോകുന്ന ശിശു മഹത്വമുള്ളവനായിരിക്കും. രണ്ടാമത്തേത്, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മൂന്നാമത്തേത്,
പിതാവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. നാലാമത്തേത്, അവൻ്റെ രാജ്യം എന്നും എന്നേക്കും നിലനിൽക്കും. ഈ 4 കാര്യങ്ങൾ, അവൻ്റെ മഹത്വം, അവൻ്റെ ദൈവപുത്രസ്ഥാനം, അവൻ്റെ സിംഹാസനം, അവൻ്റെ എന്നും നിലനിൽക്കുന്ന രാജ്യം. ഈ പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഈ വാക്കുകൾ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാകണമെങ്കിൽ ഇതുപോലെ തന്നെ ദൈവം മറ്റൊരാളോട് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ടത്. ആ വായനയുടെ പശ്ചാത്തലം ഇപ്രകാരമാണ്. ദാവീദ് രാജാവ് തൻ്റെ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തിയതിനു ശേഷം തൻ്റെ സിംഹാസനം ജെറുസലേമിൽ ഉറപ്പിക്കുകയും പുതിയ ഒരു രാജഭരണം ആരംഭിക്കുകയും ചെയ്തു. രാജാവ് അതുവരെ ഇസ്രായേൽ ജനത്തിനോടൊപ്പമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഒരു ഓഗ് എന്ന് പറഞ്ഞ ഒരാളുടെ ഭവനത്തിലാണ് അത് ഇരുന്നിരുന്നത്. അത് രാജാവ് ജെറുസലേമിലേക്ക് കൊണ്ടുവരികയും ജെറുസലേം തൻ്റെ തലസ്ഥാന നഗരമാണ്. അവിടെ ആ ഒരു കൂടാരത്തിൽ ഈ വാഗ്ദാന പേടകം സ്ഥാപിക്കുകയും ചെയ്തു. രാജാവ് ദാവീദ് ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ വലിയ ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നു, എന്നാൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരിക്കുന്നതാകട്ടെ ഒരു ചെറിയ കൂടാരത്തിൽ. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു ദേവാലയം നിർമ്മിക്കുകയും ആ ദേവാലയത്തിലേക്ക് ഈ വാഗ്ദാന പേടകം മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. ദാവീദ് തൻ്റെ ആഗ്രഹം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഉചിതമായത് നീ ചെയ്യുക, ദൈവം നിന്റെ കൂടെയുണ്ട്. അന്ന് രാത്രി വീണ്ടും കർത്താവായ ദൈവം ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകനിലൂടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദാവീദേ, നീ എപ്രകാരമാണ് ഒരു ഇടയബാലനായിരുന്നത്, അവിടെ നിന്ന് ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്ക് നയിച്ച കാര്യമൊക്കെ ദാവീദിനെ ഓർമ്മിപ്പിച്ചിട്ട് നമ്മുടെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആ വാക്കുകൾ നാഥാൻ പ്രവാചകൻ പറയുകയാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു, നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുൾ ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞ ആ 4 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുമുള്ളത്. നിന്റെ പുത്രൻ മഹോന്നതനായിരിക്കും, അവൻ എൻ്റെ പുത്രൻ എന്നറിയപ്പെടും, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അതായത് അവൻ ദൈവപുത്രൻ എന്ന് അറിയപ്പെടും. ആദ്യമായിട്ടാണ് പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. പിന്നീട് ദാവീദ് വംശത്തിൽപ്പെട്ട എല്ലാ രാജാക്കന്മാരുടെയും പ്രതീകാത്മകമായി അവരുടെ പേര് ദൈവപുത്രൻ എന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ കാര്യം, അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നാലാമത്തേത്, അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. ഈ 4 കാര്യങ്ങൾ തന്നെയാണ് ദൈവദൂതൻ ഗബ്രിയേൽ മാലാഖിയോട് പറയുന്നത്. ദാവീദ് രാജാവിനോട് നിന്റെ സിംഹാസനം എന്നും എന്നേക്കും നിലനിൽക്കും, നിന്റെ രാജത്വവും നിന്റെ കുടുംബവും നിന്റെ വംശവുമൊക്കെ എന്നും എന്നേക്കും നിലനിൽക്കും എന്ന് ദൈവം പറഞ്ഞിട്ട് എന്താണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചത്? ഇത് ഏകദേശം ഈശോ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപാണ് നാഥാൻ പ്രവാചകൻ ഈ ഒരു പ്രവചനം അല്ലെങ്കിൽ ദൈവം ഈ ഒരു വാഗ്ദാനം ദാവീദിന് കൊടുക്കുന്നത്.
എന്നിട്ട് എന്തു പറ്റി? ദാവീദിൻ്റെ മകനായ സോളമൻ്റെ മരണശേഷം BC 922 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. 12 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ എന്ന രാജ്യവും 2 ഗോത്രങ്ങൾ ജൂദ, ബെഞ്ചമിൻ എന്ന 2 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന യൂദ എന്ന രാജ്യവുമായിട്ട് ഈ രാജ്യം വിഭജിക്കപ്പെടുകയാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഈ 12 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തെ അസിറിയ എന്ന മറ്റൊരു രാജ്യം ആക്രമിക്കുകയും ഇവരെ എല്ലാവരെയും, ഈ 12 ഗോത്രങ്ങളെ മുഴുവനും അടിമകളായി അസിറിയയിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. പിന്നീട് അവശേഷിക്കുന്നത് വളരെ ചെറിയ ഒരു ഭാഗമായ 2 ഗോത്രങ്ങളാണ്. BC 587 ബാബിലോണിയക്കാർ വന്നിട്ട്, നബുക്കദ്നേസറിന്റെ നേതൃത്വത്തിൽ ബാബിലോണിയക്കാർ വന്നിട്ട് ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ജെറുസലേം ദേവാലയം നശിപ്പിച്ച് അഗ്നിക്കിരയാക്കുകയും ചെയ്യുകയും ഈ 2 ഗോത്രങ്ങളെയും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതാണ് നമ്മൾ ബാബിലോൺ പ്രവാസം എന്ന് അറിയപ്പെടുക. അപ്പോൾ അവസാനത്തെ ഈ ജൂദായിലെ അവസാനത്തെ രാജാവ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ആ രാജാവിൻ്റെ മുൻപിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും ഈ ബാബിലോണിയക്കാർ കഴുത്തറത്ത് കൊന്നു. അവസാനം ഈ രാജാവിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞു. എന്നിട്ട് അയാളെയും വധിക്കുകയാണ്. എന്നിട്ടാണ് അവരെ ബാബിലോണിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോകുന്നത്. ഓർക്കുക, ദൈവം പറഞ്ഞു, നിന്റെ രാജ്യം, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞിട്ട് ഏകദേശം 500 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രാജ്യവുമില്ലാതായി, ആ രാജവംശവുമില്ലാതായി, ആ സിംഹാസനവുമില്ലാതായി. ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന്. BC 587 മുതൽ ഈശോയുടെ ജനനം വരെ ദാവീദിൻ്റെ സിംഹാസനം ശൂന്യമായി കിടന്നു. ദാവീദിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടന്നു. പിന്നീട് ഈ 2 ഗോത്രങ്ങളിലുള്ളവർ തിരിച്ചു വരുന്നുണ്ട്. അവർ 40 സംവത്സരങ്ങൾക്ക് ശേഷം മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ വിപ്രവാസം കഴിഞ്ഞ് ജെറുസലേമിലേക്ക് തിരിച്ചു വരികയും 2ാം ദേവാലയം പണിയുകയും ജെറുസലേം നഗരം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അതൊരിക്കലും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നില്ല. ദാവീദിൻ്റെ വംശം അപ്പോടെ തീർന്നുപോയി. ദാവീദിൻ്റെ രാജവംശം തീർന്നേ പോയി. എന്നുവരെയാണ് ദാവീദിൻ്റെ രാജവംശം തീർന്നുപോയത്. ദൈവം തൻ്റെ മാലാഖയായ ഗബ്രിയേലിനെ അയച്ച് നസറത്തിലെ ആ ചെറിയ പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ മാലാഖയെ അയച്ച് മംഗളവാർത്ത അറിയിക്കുന്നത് വരെ. അവിടെ വെച്ച് ദൈവദൂതൻ വീണ്ടും പരിശുദ്ധ കന്യകാമറിയത്തോട് പറയുകയാണ്, നിന്റെ മകനാണ് യഥാർത്ഥ ദൈവപുത്രൻ, നിന്റെ മകൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും ഉറപ്പിക്കും, നിന്റെ മകൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ ഒരു മംഗളവാർത്തയുടെ നിമിഷമാണ് ആദിമ മാതാപിതാക്കൾ മുതൽ പൂർവ്വപിതാക്കന്മാർ മുതൽ എല്ലാവരും ദൈവത്തിൻ്റെ വാഗ്ദാനം പൂവണിയുന്നതിന് വേണ്ടി കാത്തിരുന്ന നിമിഷം. ദൈവം തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന് നമുക്കൊക്കെ തോന്നാമെങ്കിലും ദൈവം യഥാർത്ഥത്തിൽ തൻ്റെ വാഗ്ദാനം പാലിക്കുവാൻ പോകുന്നത് ഈ കന്യകയായ മറിയത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ദാവീദിനോടും അവൻ്റെ വംശത്തോടും ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദാനം, നാഥാൻ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയാകുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയും ജോസഫിലൂടെയും അവരുടെ മകനായ ദൈവമായി അവതരിച്ച ക്രിസ്തുവിലൂടെയുമാണ് എന്ന് സുവിശേഷം നമ്മോട് പറയുകയാണ്. അനേക നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരും പ്രവചനങ്ങളും എല്ലാം പ്രവചിച്ച് കാത്തിരുന്ന നിമിഷമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൽ പൂവണിയുവാൻ പോകുന്നത്. ഞാനൊരിക്കൽ ഒരു ആശ്രമ ദേവാലയം സന്ദർശിച്ചപ്പോൾ
അത് വളരെ പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ഏകദേശം 14-ാം നൂറ്റാണ്ടിലൊക്കെ പണിയിച്ച ഒരു ആശ്രമമാണത്. അവിടെ ചെന്നപ്പോൾ അവരുടെ ഒരു പഴയ കെട്ടിടമുണ്ട്, പഴയൊരു കെട്ടിടമാണ്. അപ്പോൾ അവിടെ അവരുടെ പഴയ ഭിത്തിയിലൊക്കെ വരച്ചിരുന്ന ചിത്രങ്ങൾ അത് നശിച്ചു പോയി. ചില ചിത്രങ്ങൾ മാത്രം അവരിങ്ങനെ റെസ്റ്റോർ ചെയ്ത് അതിങ്ങനെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് രേഖകളായിട്ട് മാത്രം അതിങ്ങനെ നിലനിൽക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ചിത്രം ഇതാണ്. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ വന്നിട്ട് മംഗളവാർത്ത അറിയിക്കുന്നു. നിങ്ങൾ കുറേയധികം ചിത്രങ്ങളുണ്ട്, കുറേയധികം കലാകാരന്മാരെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. മറിയത്തിൻ്റെ ഈ മംഗളവാർത്തയുമായിട്ട്, അനൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം മനോഹരങ്ങളായ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രം അത്ര മനോഹരമൊന്നുമല്ല, കാണാനൊന്നും വലിയ ഭംഗിയില്ല. പക്ഷെ അവിടെ മറ്റൊരു ചിത്രത്തിലും ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മുറിയിൽ പരിശുദ്ധ കന്യകാമറിയം പ്രാർത്ഥനാ നിമഗ്നയായി നിൽക്കുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ അവളോട് മംഗളവാർത്ത അറിയിക്കുന്നു. അതിൽ ഒരു ആ മുറിയുടെ മൂലക്കായിട്ട് വാതിലിൻ്റെ മറവിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആശ്രമത്തിലെ ആ ശ്രേഷ്ഠനോട് ചോദിച്ചു, ഇതെന്താണിത്? വളരെ അപൂർവമാണ് ഈ ചിത്രങ്ങൾ. ഈ മാതാവിൻ്റെ മംഗളവാർത്തയെക്കുറിച്ചുള്ള ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ വേറെ ആരെയും നമ്മൾ അവിടെ കാണില്ല. ഗബ്രിയേൽ ദൂതനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും മാത്രമാണ് കാണുന്നത്. ഈ സ്ത്രീ ആരാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരായിരിക്കാം ആ സ്ത്രീ? അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന അത് ചിലപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയായിരിക്കാം, അന്നയായിരിക്കാം, ചിലപ്പോൾ എലിസബത്ത് ആയിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാനും ചിന്തിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ഹവ്വയാണ്. ഹവ്വയ്ക്ക് എന്താണ് ഇവിടെ കാര്യം? അപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ദൈവശാസ്ത്രം വിശദീകരിച്ചത്. ഹവ്വയാണ് തൻ്റെ അനുസരണക്കേട് മൂലം ആദിപാപം ലോകത്തിലേക്ക് വരുവാനായിട്ട് കാരണമായത്. അന്നു മുതൽ ഇതിന് പ്രായശ്ചിത്തമായിട്ട്, ഇതിന് പരിഹാരമായിട്ട് ദൈവം നിശ്ചയിച്ച രക്ഷകനെ, ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ, ആരിലൂടെയാണ് ആ രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്ന് ആകാംക്ഷപൂർവമായി ഹവ്വ ലോകം മുഴുവനും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മറിയത്തിൻ്റെ അടുക്കിലേക്ക് പോയതായി ഹവ്വ അറിയുകയും, എന്നിട്ട് ദൈവദൂതൻ മറിയത്തോട് ഈ മംഗളവാർത്ത അറിയിക്കുമ്പോൾ മറിയം അതിന് സമ്മതം മൂളുമോ എന്നറിയുവാനായി ഹവ്വ വളരെ ആകാംക്ഷയോടെ വന്ന്, വളരെ ഉത്കണ്ഠയോടെ വന്ന് മാതാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എത്ര മനോഹരമായ ആ ഒരു ദൈവിക സത്യങ്ങളുടെ വിശദീകരണമാണ് ചിത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഹവ്വ മുതൽ കാത്തിരുന്ന ആ നിമിഷം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നുള്ള ആ 2 വാചകങ്ങളിലൂടെ ഒരു മാനവവംശം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന, അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ പൂവണിയുന്ന നിമിഷമായിട്ട് ഈ മംഗളവാർത്ത സമയം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയെ അനുഗമിക്കുവാനും അനുകരിക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മാതൃക. ഈ ആഗമനകാലം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു മരിയൻ കാലം കൂടെയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഈ മനുഷ്യാവതാര രഹസ്യത്തിൽ പങ്കെടുക്കുന്നത്, ദൈവം അവളെ എപ്രകാരമാണ് ഉയർത്തുന്നത്, തൻ്റെ പുത്രനെ ജനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് ആ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ഉദരത്തിൽ ദൈവപുത്രന് മാംസവും രക്തവും നൽകുവാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ മാംസവും പരിശുദ്ധ അമ്മയുടെ രക്തവുമാണ് ഈശോയുടേത്. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം അവളുടെ ഉദരത്തിൽ സ്ഥാനം നേടുകയാണ്. ദൈവത്തെ വഹിക്കുന്ന പുതിയ വാഗ്ദാന പേടകമായി പരിശുദ്ധ കന്യകാമറിയം മാറുകയാണ്. പുതിയ നിയമത്തിലെ സക്രാരിയായി, ഏറ്റവും ആദ്യത്തെ സക്രാരിയായി, ഈശോയെ സംവഹിക്കുന്ന സക്രാരിയായി പരിശുദ്ധ കന്യകാമറിയം മാറുകയാണ്. ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പുത്രനെ കുറിച്ചാണ്
പ്രവാചകൻ പറയുന്നത്, മാലാഖ പറയുന്നത്, ഇവൻ ദൈവപുത്രനാണ്. ആ പുത്രൻ ദൈവപുത്രനാണ് എങ്കിൽ ആ പുത്രൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാകുവാനായി വിളിക്കപ്പെട്ട എളിയവളായ ഒരു മനുഷ്യ സ്ത്രീയാണ്. ആ പുത്രൻ ദൈവപുത്രനാണ് എങ്കിൽ ആ അമ്മ ദൈവമാതാവാണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ്, രക്ഷകൻ്റെ അമ്മയാണ്, മിശിഹായുടെ അമ്മയാണ്, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സാന്നിധ്യമായിരിക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ വലിയ ഒരു സാന്നിധ്യമായിരിക്കണം. പൈശാചികമായ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ രക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയേക്കാൾ വലിയ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കാനില്ല. വത്തിക്കാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂതോച്ചാടകനായ ഈ എക്സോർസിസ്റ്റായിരുന്ന ഫാദർ അമോർത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഈ എക്സോർസിസം നടത്തുമ്പോൾ, ഭൂതോച്ചാടനം നടത്തുമ്പോഴൊക്കെ പൈശാചികമായ വളരെ ശക്തമായ ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പൈശാചികമായ ആ പിശാച് ബാധ ഏറ്റിട്ടുള്ള മനുഷ്യർ പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ തലയിൽ ഹാമർ കൊണ്ട് അടിക്കുന്നത് പോലെയാണ് എന്നാണ് പിശാച് പറയുക. ഓരോ തവണയും നമ്മുടെ കുടുംബങ്ങളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പൈശാചികമായ ശക്തികളും പൈശാചികമായ ബന്ധനങ്ങളും മാറി നിൽക്കും എന്ന് നമ്മോട് പറയുകയാണ് ആ വൈദികൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആ ഒരു മാധ്യസ്ഥം നമുക്ക് തേടാം. നമ്മുടെ കുടുംബങ്ങളെ ഈ ആഗമന കാലത്തിൽ, ഈ ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് തേടുകയും ചെയ്യാം. നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും
ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്ത്യാദരപൂർവം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യട്ടെ. നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസികൾക്കും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തിനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ സംരക്ഷണത്താൽ നമ്മുടെ ഈ കാലഘട്ടം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവരുടെ മനസ്സുകൾ അവിടുന്ന് തൻ്റെ തിരുമനസ്സനുസരിച്ച് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയും എല്ലാവരുടെയും സുഖത്തിനു വേണ്ടിയും ആക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗബാധിതരായവരെ പ്രത്യേകമായി നമുക്ക് അനുസ്മരിക്കാം. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളിൽ നാഥയായി ഉണ്ടാകുവാനും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബങ്ങളിലുള്ളവരെയും നമ്മുടെ മക്കളെയും എന്നും തൻ്റെ സംരക്ഷണത്തിൽ കാത്തു സൂക്ഷിക്കുവാനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സ്വീകരിച്ചാലും നാദ സ്വീകരിച്ചാലും ഈ എളിയവർദ്ധൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായി ഒന്നുമില്ല കൈമുതൽ നാദ നിന്ദാനമാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. സ്വീകരിച്ചാലും നാദ സ്വീകരിച്ചാലും ഈ എളിയവർദ്ധൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും നന്ദി തൻ ബലിയാൽ എന്നോട് ഹൃദയമേകീടാ തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാ നന്ദി തൻ ബലിയാൽ എന്നോട് ഹൃദയമേകീടാ സന്ന നന്മകളോരോന്നായി
ജീവദായകമാം ബലിയിൽ പങ്കുചേർന്നിടുകിൽ നിന്റെ സ്നേഹമെന്നുടെ ജീവിതത്തിൽ പങ്കുവച്ചിടാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമസ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരം തൻ്റെ ശക്തിയാൽ പരിപൂരിതമാക്കിയ പരിശുദ്ധാത്മാവ് അങ്ങേ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട കാഴ്ചദ്രവ്യങ്ങൾ പവിത്രീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മറി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സമ്മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corpus sanguinis Christi, me custodes que de vitam eterna.
രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവാ എന്നേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വാവാ എന്നേശുനാഥ, വാവാ എൻ സ്നേഹനാഥ. വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്ന അരുതാത്തതെല്ലാം അകലും. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്ന അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. വാവാ എന്നേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വാവാ എന്നേശുനാഥ, വാവാ എൻ സ്നേഹനാഥ. വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അറിവോടെ എത്രയോ നിമിഷം അകന്നുപോയി നിൻ മുൻപിൽ നിന്നും. അറിവോടെ എത്രയോ നിമിഷം അകന്നുപോയി നിൻ മുൻപിൽ നിന്നും. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. വാവാ എന്നേശുനാഥ, വാവാ എൻ സ്നേഹനാഥ. വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിത്യരക്ഷയുടെ അച്ചാരം സ്വീകരിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷാകര തിരുനാളിൻ്റെ മഹാദിനം ആസന്നമാകും തോറും
അങ്ങേ പുത്രൻ്റെ ജനനത്തിൻ്റെ രഹസ്യം യോഗ്യതയോടെ ആഘോഷിക്കുവാനുള്ള ഭക്തി തീക്ഷ്ണതയിൽ ഞങ്ങൾ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഇരിക്കുക. വരാപ്പുഴ അതിരൂപത, വരാപ്പുഴ മൗണ്ട് കാർമൽ സെയിൻറ്റ് ജോസഫ് പള്ളിയുടെ വക മണപ്പുറത്ത് ജോസഫ് കടുത്തൂസിൻ്റെയും എൽസി കടുത്തൂസിൻ്റെയും മകൻ ജെറാൾഡ് കടുത്തൂസ്, ഈ ഇടവക മാളിയേക്കൽ ജെയിംസ് വർഗീസിൻ്റെയും ഗ്രേസി ഡെയ്സിയുടെയും മകൾ ജിഫി മേരിയെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക പുന്നക്കഴുത്ത് ജോർജ് വർഗീസിൻ്റെയും ലിസിയുടെയും മകൻ നിഖിൽ വർഗീസ്, ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക മാളിയേക്കൽ തദേവുസ് ജോസഫിൻ്റെയും സ്മിത ട്രീസയുടെയും മകൾ ലിവിനയെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇവ രണ്ടാമത്തെ വിളിച്ചു ചെല്ലാവുന്നു. വരാപ്പുഴ അതിരൂപത, വരാപ്പുഴ സെയിൻറ്റ് ജോസഫ് മൗണ്ട് കാർമൽ പള്ളി ഇടവക മണപ്പുറത്ത് തോമസ് ഡെന്നി കൊറയുടെയും ജെൻസി കൊറയുടെയും മകൻ ആൻ്റണി ജെൻസൺ കൊറയ, ഈ ഇടവക കൊല്ലംപറമ്പിൽ അഗസ്റ്റിൻ സേവറിൻ്റെയും ഗ്ലാഡിറ്റ് സേവറിൻ്റെയും മകൾ സിസിലി ആതിരയെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത, ആലങ്ങാട് സെയിൻറ്റ് മേരീസ് പള്ളി ഇടവക ഗോപുരത്തിങ്കൽ ബാബുവിൻ്റെയും ലിസിയുടെയും മകൻ എൽബിൻ ജോൺ, ഈ ഇടവക മട്ടമ്മൽ ഫ്രാൻസിസ് ഫെർണാണ്ടസിൻ്റെയും മരിയ ഫെർണാണ്ടസിൻ്റെയും മകൾ ഫെനിയ ഫെർണാണ്ടസിനെ വിവാഹം ചെയ്ത് നിശ്ചയിച്ചിരിക്കുന്നു. ഇവ മൂന്നാമത്തെ വിളിച്ചു ചെല്ലാവുന്നു. ഈ വിവാഹങ്ങൾക്ക് തടസ്സം പലതുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. അറിയിപ്പുകൾ. കഴിഞ്ഞയാഴ്ചയിലെ കാഴ്ച സമർപ്പണം 5683 രൂപ. ക്രിസ്തുമസ് ദിവസം വരെ എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിക്ക് മുൻപായിട്ട് കുമ്പസാരിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പൊതുവായ രീതിയിലുള്ള കുമ്പസാരമൊന്നും ആരംഭിച്ചിട്ടില്ല എന്നറിയാവുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് കുമ്പസാരിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണി മുതൽ കുമ്പസാരിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബ യൂണിറ്റുകൾക്കായി നടത്തുന്ന എല്ലാ പരിപാടികളിലും എല്ലാവരും സജീവമായി പങ്കെടുക്കുകയും നമ്മുടെ സൗഹൃദവും കൂട്ടായ്മയുമൊക്കെ സജീവമായി നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. ക്രിസ്തുമസ് രാത്രിയിലെ ദിവ്യബലി 24-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11:30 മണിക്കായിരിക്കും ദിവ്യബലി അർപ്പിക്കുക. 11:30 മണിക്കായിരിക്കും. അതുപോലെ 25-ാം തീയതി രാവിലെ 7 മണിക്കും ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. ക്രിസ്തുമസ് ദിവസം 25-ാം തീയതി. നമ്മുടെ 2021 നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് ഏറ്റവും ലളിതമായിട്ടായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നത്. കോവിഡിൻ്റെ ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഇത്തവണത്തെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇത്തവണത്തെ പ്രസിദ്ധീന്തിമാർ തന്നെയായിരിക്കും 2022 തിരുനാളിനും നേതൃത്വം കൊടുക്കുന്നത്. തിരുനാളിനൊരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന 9 ദിവസത്തെ ആ നവനാൾ ആചരണം ജനുവരി 11 മുതൽ 19 വരെയായിരിക്കും. ഇപ്പോൾ നൊവേനകൾ നടത്തപ്പെടുക രാവിലെയുള്ള ദിവ്യബലിക്ക് ശേഷമായിരിക്കും. അപ്പോൾ ജനുവരി 11 മുതൽ 19 വരെ രാവിലെ 6:30-ക്കായിരിക്കും ദിവ്യബലി. തുടർന്ന് സെബസ്ത്യാനോസിനോടുള്ള നൊവേനയും എല്ലാ ദിവസവും 11 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ദിവസങ്ങളിലെ നൊവേനകൾക്ക് പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് സമർപ്പിക്കാവുന്നതാണ്. ജനുവരി 20 ബുധനാഴ്ച തിരുനാളിൻ്റെ കൊടികയറ്റവും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ തിരുനാൾ ദിവ്യബലിയും 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും നടത്തുന്നതായിരിക്കും. പ്രകാരം ഏറ്റവും
ലളിതമായ രീതിയിലായിരിക്കും നമ്മുടെ ഇത്തവണത്തെ തിരുനാൾ ആഘോഷങ്ങൾ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് അതാത് സമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. തൻ്റെ ഏകജാതൻ്റെ ആഗമനത്തിലും കടന്നുപോകലിലും വിശ്വസിക്കുകയും പുനരാഗമനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സർവശക്തനും കാരുണ്യവാനുമായ ദൈവം അവിടുത്തെ ആഗമന ദീപ്തിയാൽ പവിത്രീകരിക്കുകയും തൻ്റെ അനുഗ്രഹവർഷത്താൽ ധന്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈ ജീവിതയാത്രയിൽ അവിടുന്ന് നിങ്ങളെ വിശ്വാസത്തിൽ അചഞ്ചലരും പ്രത്യാശയിൽ സന്തുഷ്ടരും സ്നേഹത്തിൽ കർമ്മനിരതരുമാക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ രക്ഷകന്റെ ആഗമനത്തിൽ ഭക്തമാനസരായി ആഹ്ലാദിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് മഹാപ്രതാപത്തോടെ വീണ്ടും എഴുന്നള്ളുമ്പോൾ നിത്യജീവന്റെ സമ്മാനം നൽകുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. യേശുവിന്നമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. യേശുവിന്നമ്മേ മാതാവേ, പന്ത്രണ്ട് നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരവൃന്ദത്തിൽ ചന്ദ്രൻ. പന്ത്രണ്ട് നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരവൃന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്സിനെ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്സിനെ. യേശുവിന്നമ്മേ മാതാവേ,